ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ ടേബിളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ മോസ്റ്റ് കോമൺലി 3 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, സെക്കൻഡ് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, തേർഡ് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ഈ 3 ടെക്നിക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 രീതിയിലാണുള്ളത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഉണ്ട്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉണ്ട്, പിന്നെ അതർ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എന്താ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഈസ് ടു ഗെറ്റ് വൺ സിംഗിൾ വാല്യൂ ദാറ്റ് ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി എൻറ്റയർ മാസ് ഡാറ്റ. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ഡാറ്റേനെ, അല്ലെങ്കിൽ എൻറ്റയർ ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരു സിംഗിൾ വാല്യൂവിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ദ സച്ച് വാല്യൂ ഇസ് റെഫേർഡ് ആസ് ദി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ ആ മൊത്തം എൻറ്റയർ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ സിംഗിൾ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമ്മൾ സെൻട്രൽ ടെൻഡൻസി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് മീന്, മീഡിയന്, മോഡ്, പിന്നെ ജോമെട്രിക് മീന്, ഹാർമോണിക് മീന്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കും ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് മീന്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. The mean or average is probably the most commonly used method of describing central tendency. ഒരു സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ആവറേജ് ആണ്. എന്തെങ്കിലും കാര്യത്തിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. To compute the mean, all you do add up all the values and divide by the number of values. നമുക്ക് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, തന്നിരിക്കുന്ന എല്ലാ വാല്യൂസിനെയും കൂടിയിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എന്നിട്ട് എത്ര വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നമ്പേഴ്സ് എന്ത് ചെയ്യും, അതൊന്ന് ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം എക്സ് ബാർ എന്നാണ് എന്ത് ചെയ്യുന്നത്, അരിത്തമെറ്റിക് മീനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സുകളുടെയൊക്കെ ടോട്ടലാണ്. എൻ എന്ന് പറഞ്ഞാൽ എത്ര എക്സുകളുണ്ട്, അതാണ് എൻ നോക്കണം. എൻ എന്ന് പറഞ്ഞാൽ നമ്പറാണ്, അത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, അരിത്തമെറ്റിക് മീൻ കിട്ടി. സെക്കൻഡ് ആണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് മീഡിയൻ. എന്താ മീഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയൻ റെഫേഴ്സ് ടു ദെൻ ദ മിഡിൽ വാല്യൂ ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഡിസ്ട്രിബ്യൂഷനിലെ മിഡിൽ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് പൊസിഷണൽ ആവറേജ്. ആ മിഡിൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ അതിനെന്ത് പറയാറുണ്ട്, പൊസിഷണൽ ആവറേജ് എന്നും കൂടെ പറയാറുണ്ട്. ദ സിംഗിൾ ഐറ്റം ഇസ് എ മിഡിൽ മോസ്റ്റ് ആൻഡ് മോസ്റ്റ് സെൻട്രൽ ഐറ്റം ഓഫ് ദി വാല്യൂ ഓഫ് ദി ഡാറ്റ, സോ ദാറ്റ് ഹാഫ് ഓഫ് ദി ഡാറ്റ ലൈ അബവ് ദി മീഡിയൻ ആൻഡ് അതർ ഹാഫ് ബിലോ ഇറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഒരു സീരീസ് ഓഫ് ഡാറ്റയിലെ മിഡിൽ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് പറയാം, മീഡിയൻ എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം മിഡിൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് എന്തുണ്ടായിരിക്കും, ആ മീഡിയൻ്റെ മുകളിലേക്ക് ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കും, ആ വാല്യൂവിൻ്റെ താഴേക്ക് എന്തുണ്ടായിരിക്കും, ആ സെയിം വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു 50 എണ്ണം എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൻ്റെ മിഡിലായിട്ട് വരുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഉത്തരണം ഉണ്ടായിരിക്കും, അതുപോലെ താഴത്തേക്ക് എന്തുണ്ടായിരിക്കും, കുറച്ച് വാല്യൂസ് ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്ന എക്സാമ്പിൾ. അതിൽ മീഡിയന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് n+1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 500 സ്കോഴ്സിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൽ 250ാമത്തെ സ്കോറാണ് എന്ത് പറയുന്നത്, മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ചെറിയൊരു എക്സാമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് മോഡ്. അപ്പോൾ നമ്മൾ മീന് പഠിച്ചു, മീഡിയം പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നൊരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് മോഡ് എന്ന് പറയുന്നത്. മോഡ് ഈസ് എ വാല്യൂ ഓഫ് ദി ഐറ്റം ഓഫ് എ സീരീസ് വിച്ച് ഒക്കർ ദി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി.
ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഒരു സീരീസിലൊരു ഒരു വാല്യൂ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡ്. മോസ്റ്റ് റിപ്പീറ്റിംഗ് വണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുക? മോഡ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കെന്നി, ദ വാല്യൂ ഓഫ് ദി വാരിയബിൾ വിച്ച് ഒക്കർ ദി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് മോഡ്. എന്താ? ഒരു ഫ്രീക്വൻ്റ്ലി ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് ചെയ്യുകയാണ്? മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആവർത്തിച്ച് വരുന്ന എന്ന് വെച്ചാൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോഡ് എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. അതിൽ ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിൽ ഒരു ഫോർ എക്സാമ്പിൾ, എ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് റിപ്പോർട്ട് ദ ഫോളോയിങ് നമ്പേഴ്സ് ഓഫ് വീഡിയോ മൂവീസ് ദെൻ സീ ഇൻ എ മന്ത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ ഒരു മാസം കാണുന്ന മൂവീസിൻ്റെ ലിസ്റ്റ്, മൂവീസിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 10, 15, 20, 15, 15, 8 എന്നുള്ള രീതിയിലാണ് നമ്പർ ഓഫ് മൂവീസ് കൊടുത്തത്. അപ്പോൾ ഇതിൽ മോസ്റ്റ് കോമൺലി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലെറ്റർ ഒക്കെ ഏതാണ്? 15 ആണ്. അപ്പോൾ 15 ആണ് നമ്മൾ എന്ത് വരുന്നത്? മോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്. നെക്സ്റ്റ് പിന്നെ അതിൽ തന്നെ വരുന്നതാണ് പിന്നെ ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. അപ്പം മീന്, മീഡിയന്, മോഡ് കഴിഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. പിന്നെ അതിൽ തന്നെ അടുത്ത 2 ഘട്ടമാണ് ജിയോമെട്രിക് മീനും അതുപോലെ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജിയോമെട്രിക് മീൻ ഈസ് ഓൾസോ യൂസ്ഫുൾ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ചില സർട്ടൻ കണ്ടീഷൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മീനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. It is defined as the nth root of the product of the values of n item is given series. തന്നിരിക്കുന്ന സീരീസിലെ nth ഐറ്റംസിൻ്റെ nth റൂട്ട് ഓഫ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോമെട്രിക് മീൻ എന്ന് പറയുന്നത്. ആ ഡെഫിനേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് അതൊന്നും എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് ഹാർമോണിക് മീൻ. അപ്പോൾ എന്താ ഹാർമോണിക് മീൻ? The harmonic mean is a type of numerical average. ഒരു ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ ആവറേജ് ആണ് ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ബൈ ദി റെസിപ്രോക്കൽ ഓഫ് ഈച്ച് നമ്പേഴ്സ് ഇൻ എ സീരീസ്. ഇപ്പോൾ ഹാർമോണിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ്റെ എന്ത് ചെയ്യുക? ഓരോ നമ്പർ ഓഫ് ഒബ്സർവേഷനെയും ഓരോ നമ്പർ സീരീസിൻ്റെ റെസിപ്രോക്കൽ വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? മൾട്ടിപ്ലൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണ് വെച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർമോണിക് മീൻ. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/. ഇപ്പോൾ എന്നിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/n ആണ്. എച്ചിൻ്റെ റെസിപ്രോക്കൽ എന്താ? 1/h ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണ് വെച്ചാൽ ദ ഹാർമോണിക് മീൻ ഇസ് എ റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമെറ്റിക് മീൻ ഓഫ് എ റെസിപ്രോക്കൽസ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന അരിത്തമെറ്റിക് മീനിൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നെക്സ്റ്റ് ഒരു മെത്തേഡാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ? ദ ഡിസ്പേർഷൻ ഈസ് ഓൾസോ ആസ് സ്കാറ്റർ, സ്പ്രെഡ് ഓർ വേരിയേഷൻ മെഷേഴ്സ് ടു എക്സ്റ്റെൻഡ് ടു വിച്ച് ഐറ്റം വാരി ഫ്രം സം സെൻട്രൽ വാല്യൂ. ഒരു ഐറ്റം അതിൻ്റെ സെൻട്രൽ വാല്യൂ നിന്നും എത്രത്തോളം വാരി ചെയ്ത് കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് സെൻട്രൽ വാല്യൂ എത്ര വേരിയേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്കാറ്റേഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നതാണ് ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ എപ്പോഴും മെഷർ ചെയ്യുന്നത്. ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലല്ല, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ മെഷർ ചെയ്യുന്നത്. ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആർ ഓൾസോ നോൺ ആസ് ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ ആസ് ദേ ആർ ദി ആവറേജ് ഓഫ് ദി ഡീവിയേഷൻ ടേക്കൺ ഫ്രം ദി ആവറേജ്. അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് നോക്കിയാൽ അതിൻ്റെ ചെറിയ ഡെഫിനിഷൻ പോലെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ദ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ ആസ് ദ ആവറേജ് ഓഫ് ഡീവിയേഷൻ ഫ്രം എൻ ആവറേജ്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആവറേജിൻ്റെ ഒരു സെക്കൻഡ് ഓർഡറാണ്. കാരണം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആവറേജിൽ നിന്നും ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻസ് ആണ് റേഞ്ച്, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമുക്ക് റേഞ്ച് എന്താ, മീൻ ഡീവിയേഷൻ എന്താ, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റേഞ്ച്. അപ്പോൾ എന്താ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഈസ് ദി സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡിങ് ഡിസ്പേർഷൻ. ഒന്നുമില്ല, ഡിസ്പേർഷൻ സ്റ്റഡി ചെയ്യാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഇൻ എ സീരീസ്. ഒരു സീരീസിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂവും അതുപോലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച് ഇസ് ഈക്വൽ ടു L മൈനസ് എസ്. L എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് I2 ആണ്, S എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് I2 ആണ്. ഇങ്ങനെയാണ് ആ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് മീൻ ഡീവിയേഷൻ. നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് മീൻ ഡീവിയേഷൻ. ഇൻ ദിസ് മെത്തേഡ് ദ ഡീവിയേഷൻ ഓഫ് ദി ഐറ്റം ഫ്രം എ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ ആവറേജ് ടു സ്റ്റഡി ഓഫ് ഡിസ്പേർഷൻ ഓഫ് എ സീരീസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വെച്ചാൽ ആവറേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡീവിയേഷൻസ് കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, അരിത്തമെറ്റിക് മീനിൻ്റെ ഡീവിയേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. മീൻ ഡീവിയേഷൻ ഡി എന്ന ലെറ്ററിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മോഡുലസ് ഡി എന്ന് പറയുന്നതിലാണ് നമ്മൾ മീൻ ഡീവിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. The standard deviation concept was introduced by Carl Pearson. Carl Pearson 1893 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡർഡ് ദി സുപ്പീരിയർ ഓഫ് അതർ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള മീൻ ഡീവിയേഷൻ ആയിക്കോട്ടെ, റേഞ്ച് ആയിക്കോട്ടെ, ഇതിനൊക്കെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെങ്കിൽ ദ മെറിറ്റ്സ് ഇൻ ദി മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ഇൻ ദി വാരിയബിലിറ്റി. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാരിയബിലിറ്റീനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏറ്റവും കൂടുതൽ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദി റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ബിക്കോസ് ഇറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻസ് ഓഫ് ദി സ്ക്വയർ ഡീവിയേഷൻ ഫ്രം ദി അരിത്തമെറ്റിക് മീൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നും കൂടെ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് ദി മീൻസ് ഓഫ് ദി സ്ക്വയർ ഡീവിയേഷൻ ഫ്രം എ അരിത്തമെറ്റിക് മീൻ. ഒരു അരിത്തമെറ്റിക് മീനിൻ്റെ സ്ക്വയർ ഡീവിയേഷൻസിൻ്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നും കൂടെ പറയാറുണ്ട്. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഒരു സ്മോൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള സിഗ്മ എന്ന് പറയുന്ന ലെറ്ററിലാണ്. അപ്പോൾ അത്രയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മെത്തേഡ് അവസാനിച്ചു. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്, മീന്, മീഡിയന്, മോഡ്, അതുപോലെ ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റേഞ്ച്, മീൻ ഡീവിയേഷൻ, റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി ക്വാർട്ടർ ഡീവിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് അതർ മെഷേഴ്സും കൂടെ ഉണ്ട്. അതിൽ അതർ മെഷേഴ്സിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മറ്റൊരു അതർ മെഷറാണ് ഇൻഡെക്സ് നമ്പർ. An index number is a statistical device used to measure the changes in the magnitude of the group of related variables. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേറ്റഡ് വേരിയബിൾസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുകയാണ്, അതിൽ വരുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസിനെ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ചേഞ്ചസിനെയൊക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വാരിയബിൾസിൻ്റെ ചേഞ്ചസിനെ മാഗ്നിറ്റ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ദ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ യൂഷ്വലി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജസ്. ഇൻഡെക്സ് നമ്പേഴ്സ് യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഫോമിലായിരിക്കും. ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ഒരു പീരീഡ് ഓഫ് ടൈമിലെ ചേഞ്ചസ് ആണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 2 പീരീഡാണ് വരുന്നത്. അതിൽ കറണ്ട് പീരീഡ് ഉണ്ടായിരിക്കും, അതുപോലെ ബേസ് പീരീഡ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ കറണ്ട് പീരീഡ്, എന്താ ബേസ് പീരീഡ്? ബേസ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പീരീഡ് വിത്ത് വിച്ച് ദ കമ്പാരിസൺ ഇസ് മെയ്ഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പീരീഡ് വെച്ചിട്ടാണോ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ദ പീരീഡ് ഫോർ വിച്ച് ദ കമ്പാരിസൺ ഇസ് മെയ്ഡ് ഇസ് നോൺ ആസ് കറണ്ട് പീരീഡ്. ഏത് പീരീഡിലേക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് പീരീഡ് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ബേസ് പീരീഡ് എപ്പോഴും എന്തായിരിക്കും, നമ്പർ 100 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡെക്സ് നമ്പേഴ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിരുന്നു. അതിൽ നമ്മൾ പ്രധാനമായിട്ടും 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, 2 മേജർ ഏരിയാസ് ആണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്, അതുപോലെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ്സിനെ കുറിച്ചിട്ട് മാത്രമാണ്. അതിൽ വരുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും അതർ മെഷേഴ്സും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പഠിച്ചത് മീന്, മീഡിയന്, മോഡ്, ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീനാണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമ്മൾ പഠിച്ചത് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതർ മെഷേഴ്സിൽ നമ്മൾ ഇൻഡെക്സ് നമ്പറുമാണ് ഡിസ്കസ് ചെയ്തത്.